ഹലോ, ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പത്തനംതിട്ടയിലുള്ള കോട്ടപ്പാറ കാണാൻ വേണ്ടിയിട്ട് പോകുവാണ് ഞങ്ങൾ. പോകാനായിരുന്ന ടൈം കുറച്ച് ലേറ്റായിപ്പോയി. ഏകദേശം 5 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കോട്ടപ്പാറയിലേക്ക് കിടക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇതുപോലുള്ള 2 ക്ഷേത്രങ്ങൾ അപ്പുറവും ഇപ്പുറവും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പ്രത്യേകം അവർ വലിയൊരു ബോർഡിലൊക്കെ എഴുതിയിട്ടുണ്ട്, സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനം ഇല്ലയെന്ന്. അതെന്താണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ താഴെ നിന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നമ്മൾ കോട്ടപ്പാറയിലേക്ക് പോവുകയാണേ. കോട്ടപ്പാറയിലേക്കുള്ള വഴിയിൽ ഇതുപോലെ കോൺക്രീറ്റ് ഇട്ട നടപ്പാതയാണ് കേട്ടോ. ഇതുവഴി നമ്മൾ നടന്ന് ചെല്ലുമ്പോഴത്തേക്കും സൈഡിൽ ഒരു വീട് മാത്രമേ കാണാനുള്ളൂ കേട്ടോ, വേറെ വീടുകളൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ പകുതി എത്തുമ്പോൾ തന്നെ വണ്ടികളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ച് ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെ കരുതിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരുപാട് മലകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അത് വെഡ്ഡിങ് ഷൂട്ടിന് വന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം അസ്തമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ, സൂര്യൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറയാറായി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏകദേശം അടുത്തെത്താറായി കഴിഞ്ഞ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പത്തനംതിട്ട ഫുൾ കാണാൻ പറ്റുമെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 സൈഡിലായിട്ടും പാറയും മധ്യത്തൂടെ കോൺക്രീറ്റ് ഇട്ട നടപ്പാതയുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ 2 ഭാഗത്തൂടെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ആ കാണുന്നതൊക്കെ നെൽപ്പാടങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, പാറയാണ് ഇത് ഫുള്ള്, അതിൻ്റെ മധ്യത്തൂടെ കോൺക്രീറ്റ് നടപ്പാതയുമാണ്. അപ്പോൾ ഇതിൻ്റെ അങ്ങ് ദൂരെയായിട്ടൊക്കെ നമുക്ക് കുറേ പള്ളികളും ഒക്കെ കാണാനായിട്ടൊക്കെ കഴിയും കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ മഞ്ഞുള്ള മാസങ്ങളിലൊക്കെ വന്നാൽ സൂപ്പറായിട്ടുള്ള ഒരു ആംബിയൻസ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് കോട്ടപ്പാറയുടെ ഏറ്റവും മുകളിലായിട്ടുള്ള ഭാഗം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്, അവിടെ അങ്ങനെ ഒരുപാട് പട്ടികൾ ഇങ്ങനെ അവിടെയൊക്കെ നടക്കുമായിരുന്നേ. അപ്പോൾ അതൊക്കെ കടിക്കോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വയ്യ. വണ്ടികളൊക്കെ കിടപ്പുണ്ട്, പക്ഷേ ദൂരെ മാറിയായിട്ടൊക്കെ ആണുങ്ങളുടെ കൂട്ടം മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. അതുപോലെ തന്നെ ഈ പട്ടികൾ കടിക്കോ ഇല്ലയോ എന്നൊന്നും അറിയാനും പറ്റാത്തതുകൊണ്ട് ദൂരെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടെങ്കിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കോട്ടപ്പാറയിലെ വിശേഷങ്ങൾ. മുൻപ് വന്നപ്പോൾ ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ കടയൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.